ഈ ലോകത്തിൻ്റെ ധാർമ്മികവും ആത്മീയവുമായ തകർച്ചയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് കർത്താവായ യേശുവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ലോകം മുന്നോട്ട് പോവുകയാണ്. നമുക്കായി നേടിത്തന്ന സൗജന്യമായ രക്ഷയിൽ നമ്മൾ ജീവിക്കുന്നതിൽ നാം പരാജയപ്പെടുന്നു. ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് കർത്താവായ യേശു നമുക്ക് നൽകിയ ഈ സൗജന്യമായ നിത്യമായ രക്ഷയാണ്. ഇറ്റേണൽ സാൽവേഷൻ. ഈ നിത്യരക്ഷയിലാണ് നമ്മുടെ കുടുംബങ്ങൾ ജീവിക്കേണ്ടത്. പത്രോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ ഇളം പൈതങ്ങളെ പോലെ ഈ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ദാഹിക്കുവീൻ. അമ്മിഞ്ഞ പാലിനു വേണ്ടി കൊച്ചു കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തോട് പറയാം, നിങ്ങൾ കരയുക, നിങ്ങൾ ദാഹിക്കുക. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ നിങ്ങൾ നിലവിളിക്കുക, രക്ഷയിൽ ദിനംതോറും ജീവിക്കുവാൻ വേണ്ടി. കർത്താവ് നമുക്കായി നേടിത്തന്ന ഈ നിത്യമായ രക്ഷ ഈ ലോകം നഷ്ടപ്പെടുത്തി കളയുന്നു. നമ്മുടെ കുടുംബങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. നമ്മൾ ഓരോരുത്തരും ഈ രക്ഷ നഷ്ടപ്പെടുത്തി കളയുന്നു. തന്മൂലം നമ്മൾ അനേകരും നിരാശിതരും ദുഃഖിതരും പാപബോധമില്ലാത്തവരും കഠിനഹൃദയരും മനസാക്ഷി കരിഞ്ഞുപോയവരും എന്നു വേണ്ട പലവിധത്തിലുള്ള തിന്മകളിലും മ്ലേച്ഛതകളിലും പെട്ട് നമ്മൾ ജീവിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ വിശുദ്ധ നോമ്പ് എന്താണ് നമ്മോട് പറയുന്നത്? ഇത് അനുതാപത്തിനുള്ള സമയമാണ്. ഇത് മാനസാന്തരത്തിൻ്റെ സമയമാണ്. ഹൃദയ തകർച്ചയോടെ കർത്താവിങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള സമയമാണ്. കർത്താവ് ഒരുക്കി തരുന്ന ഈ രക്ഷയുടെ സമയം നമ്മൾ തിരിച്ചറിയാതെ മുന്നോട്ട് പോയാൽ വലിയ തകർച്ചയും നാശവുമായിരിക്കും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്ക് സംഭവിക്കുന്നത്. ഇന്ന് ഈ ലോകത്തിൻ്റെ നിലവിളി എന്തിനു വേണ്ടി? ലോകം ഇന്ന് കരയുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ നിലവിളി എന്തിനു വേണ്ടിയാണ്? രക്ഷയ്ക്ക് വേണ്ടിയാണ്. പ്രത്യാശയും സ്നേഹവും സമാധാനവും ഈ ലോകത്തിൽ നിന്ന് അറ്റുപോയിക്കൊണ്ടിരിക്കുന്നു. ലോകം കരയുകയാണ് പ്രത്യാശയ്ക്ക് വേണ്ടി, സമാധാനത്തിനു വേണ്ടി, സ്നേഹത്തിൽ സമൃദ്ധി പ്രാപിക്കുവാൻ. ഇവിടെയും കൊലപാതകങ്ങളും വെറുപ്പും വൈരാഗ്യവും യുദ്ധക്കെടുതികൾ യുദ്ധഭീഷണികൾ എന്നു വേണ്ട സകലവിധ അരാജകത്വങ്ങൾ കൊണ്ട് ഇന്ന് ഈ ലോകം നിറഞ്ഞിരിക്കുന്നു. അതിൻ്റെ കാരണം ഈ ലോകം ഈ രക്ഷ നഷ്ടപ്പെടുത്തി കളയുന്നു. ലോകത്തിൻ്റെ നിലവിളി രക്ഷയ്ക്ക് വേണ്ടിയാണ്.